ഇത്രയും 450 പേജസ് ഉള്ള ഒരു NCERT ബയോളജി എങ്ങനെയാണ് ലാസ്റ്റ് സമയത്തേക്ക് വായിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയോട് പറയാൻ പോകുന്നത്. നീറ്റ് എക്സാമിന് കുറച്ച് ദിവസം കൂടി നമുക്ക് ബാക്കിയുള്ളത്. നമ്മളിപ്പോൾ ക്യാമ്പസുകളിൽ പോയിട്ട് കുട്ടികളെ കാണാറുണ്ട്. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ NCERT ബയോളജി എങ്ങനെ ഞാൻ വായിക്കണം. നിങ്ങളൊരു NCERT നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിനകത്ത് പല കളേഴ്സ് കാണാം അല്ലേ. ഞാനൊരു കുട്ടിയോട് ചോദിച്ചു എന്തിൻ്റെ ബേസിലാണ് ഇത് കളർ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കഴിഞ്ഞ വീക്ക്ലി എക്സാമുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഗ്രാൻഡ് എക്സാമുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഞാൻ എഴുതിയ ഈ ചാപ്റ്ററിലെ എക്സാമുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ചാപ്റ്ററിനകത്ത് എല്ലാം മാർക്ക് ചെയ്തിട്ടില്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണോ മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ഇതിന്റെ ബേസിൽ നമുക്ക് ടാർഗറ്റ് ഏരിയാസ് അറിയാം. ഇത്രയും ഏരിയാസിനായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയസിലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസം കൂടെ ബാക്കി നിൽക്കെ നമ്മുടെ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് വായിച്ചു പോകുന്ന പോലെ തന്നെ പല കുട്ടികളും പല രീതിയിൽ വായിക്കാറുണ്ട്. ഒരു 2-3 മണിക്കൂറോളം ഇരുന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് NCERT വായിക്കാറുണ്ട്. പക്ഷേ അതിനുള്ള സമയം നമുക്ക് ഇപ്പോൾ നല്ലൊരു മുന്നിലേക്കില്ല. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചതോ അല്ലെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ച ഏരിയാസോ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, അത് മാത്രം വായിച്ചിട്ട് ആ ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. അതിൽ നമ്മൾ ഇതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ വായിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്.